വൈ ആർ യു സോ എഫ്രൈഡ് ഓഫ് ഇൻറ്റിമസി? സിനിമയിലെ വളരെ നോർമലായ ഒരു സീനിൽ നോറയോട് ചോദിക്കുന്ന ചോദ്യമാണ്. 2-3 എക്സ്ചേഞ്ചിൽ ഒരു ചെറിയ കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്. തൻ്റെ ലൈഫ് എന്തുമാത്രം പൊട്ടി തകർന്നതാണെന്ന് നോറ പറയുന്നുണ്ട്. ഒരു പക്ഷേ അത് തന്നെയാണ് സെന്റിമെന്റൽ വാല്യൂ. ആർട്ടിനെ ഹീൽ ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ഗംഭീര ഫാമിലി ഡ്രാമ. ഒരു ഏജിംഗ് ഫിലിം മേക്കർ അയാളുടെ ഒരു കംബാക്ക് സിനിമയ്ക്കായി ഒരുങ്ങുന്നു. ഇതേ സമയത്താണ് തൻ്റെ 2 മക്കളുമായി റീയുണൈറ്റ് ചെയ്യുന്നത്, നോറയും ആഗ്നസും. നോറ ഒരു എസ്റ്റാബ്ലിഷ്ഡ് തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ആഗ്നസ് തൻ്റെ കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുന്നു. ഇരുവരുടെയും ചൈൽഡ്ഹുഡിൽ തന്നെ പിതാവ് എക്സിറ്റ് അടിച്ചു പോയിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റീയൂണിയൻ സംഭവിക്കുന്നത്. ഗുസ്താവ് എന്നാണ് പിതാവിൻ്റെ പേര്. തൻ്റെ പുതിയ സിനിമയിൽ നോറ അഭിനയിക്കണം എന്ന ആഗ്രഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. എന്നാൽ അദ്ദേഹവുമായി കണക്റ്റ് ആയിട്ടുള്ള വോയിഡ് നിലനിൽക്കുന്നതിനാൽ നോറ തയ്യാറാകുന്നില്ല. അത്രയും പേഴ്സണലായ സിനിമയിൽ നിന്ന് മകൾ അഭിനയിക്കാൻ തയ്യാറാകാത്തതിലുള്ള ഗുസ്താവോയുടെ മാനസിക ബുദ്ധിമുട്ടുകൾ, അച്ഛനും അമ്മയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും നഷ്ടപ്പെട്ട ചൈൽഡ്ഹുഡും പേറി ലൈഫിൽ പെയിനിലൂടെ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നോറ. ഈ കഴിഞ്ഞ കാലയളവിൽ ഗംഭീരമായി എഴുതപ്പെട്ട ഫാമിലി ഡ്രാമയാണ് സെന്റിമെന്റൽ വാല്യൂ. ഹോൾഡ് ചെയ്യാൻ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർ, അവരെ ഹീൽ ചെയ്യുന്നതാകട്ടെ ആർട്ടും. ഡീപ്ലി പേഴ്സണലായ സിനിമകൾ ഒരിക്കൽ കൂടി കാണുന്നത് അത്ര എളുപ്പമല്ല. 2 പേർ തമ്മിൽ പറഞ്ഞതിലും അധികം പറയാത്ത കാര്യങ്ങളാണ് കൂടുതലെന്ന് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഭാരം സിനിമയിലുടനീളമുണ്ട്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫീൽ ചെയ്ത കാര്യം, എല്ലാ സീനുകളിലും ഒരു ബ്രീത്തിങ് സ്പേസ് ഉണ്ട്. അത് ക്യാരക്ടേഴ്സിനാണോ നമ്മൾ പ്രേക്ഷകർക്കാണോ എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മളെല്ലാം ജീവിക്കുന്ന ഇമോഷണൽ ഇക്കോസിസ്റ്റത്തിൻ്റെ വലുപ്പവും വ്യാപ്തിയും അനുസരിച്ചിരിക്കും സെന്റിമെന്റൽ വാല്യൂ നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ കനം. കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം, നിങ്ങൾ നിരാശപ്പെടുത്തില്ല.